കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ നീരേറ്റുപുറത്തിനടുത്താണ് പ്രശസ്തമായിട്ടുള്ള ചക്കുളത്തുകാവ് ദേവീ ക്ഷേത്രം. ഇവിടെ ആരാധിക്കപ്പെടുന്ന ദേവിയാണ് ചക്കുളത്തുകാവിലമ്മ. കരുണയും ശക്തിയും ഒരുപോലെ നിറഞ്ഞ ദേവി. പണ്ടുകാലത്ത് ഈ ഒരു പ്രദേശം കാടും ചതുപ്പുകളും നിറഞ്ഞ ഒരു ഗ്രാമമായിരുന്നു. അവിടെ താമസിച്ചിരുന്നവർ വലിയ ദുഃഖങ്ങളിലും രോഗങ്ങളിലും പെട്ട് നൊന്തിരുന്നു. ഒരിക്കൽ അതീവ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു ബ്രാഹ്മണ കുടുംബം ഈ പ്രദേശത്ത് എത്തി. അവർക്ക് അഭയം കിട്ടിയത് ഒരു കാട്ടിനുള്ളിലെ ചെറിയ കാവിലായിരുന്നു. ഒരു രാത്രിയിൽ ആ ഒരു ബ്രാഹ്മണന് സ്വപ്നദർശനം ഉണ്ടായി. തേജസ്സുള്ളൊരു ദേവീരൂപം അവനോട് ഇങ്ങനെ പറഞ്ഞു: ഭയപ്പെടേണ്ട, ഞാൻ ഇവിടെ വസിക്കുന്നു. എന്നെ വിശ്വാസത്തോടെ ആരാധിച്ചാൽ നിന്റെ ദുഃഖങ്ങൾ മാറും. അടുത്ത ദിവസം രാവിലെ അവൻ ആ സ്ഥലത്ത് ഒരു ദിവ്യപ്രകാശം കണ്ടു. അവിടെ ദേവിയുടെ സാന്നിധ്യം വ്യക്തമായി അനുഭവപ്പെട്ടു. പിന്നീട് നാട്ടുകാർ ചേർന്ന് അവിടെ ഒരു കാവ് പണിതു. അങ്ങനെയാണ് ചക്കുളത്തുകാവിൽ അമ്മ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചത്. അമ്മയുടെ മഹത്വം എന്നാൽ എല്ലാ ഭക്തൻ്റെയും ദുഃഖങ്ങൾ കേൾക്കുന്ന ഒരു അമ്മയാണ് ചക്കുളത്തുകാവിലമ്മ എന്ന് വിശ്വസിക്കുന്നു. കുടുംബ പ്രശ്നങ്ങൾ, സന്താനഭാഗ്യം, മാനസിക വേദന, രോഗങ്ങൾ എല്ലാം അമ്മയോട് പറഞ്ഞാൽ അമ്മ കേൾക്കും എന്നാണ് ഭക്തരുടെ അനുഭവം. ജാതിമത ഭേദമില്ലാതെ ആരെയും സ്വീകരിക്കുന്ന ഒരു നിസ്വാർത്ഥ മനസ്സുള്ളൊരു ദേവീരൂപം. ചക്കുളത്തുകാവിലെ പൊങ്കാലയാണ് ഏറ്റവും അതിപ്രശസ്തം. ലക്ഷക്കണക്കിന് ഭക്തർ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയെ വിളിച്ചാൽ മറുപടി ഉറപ്പാണ് എന്ന് ഭക്തരുടെ ഉച്ച വിശ്വാസം. പലരും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഞങ്ങൾ അമ്മയോട് കരഞ്ഞു പറഞ്ഞു, മറുപടി അത്ഭുതകരമായി വന്നു. അതാണ് ചക്കുളത്തുകാവിൽ അമ്മയുടെ കരുണ. അമ്മയെ വിശ്വസിക്കുകയാണെങ്കിൽ അമ്മ ഒരിക്കലും തൻ്റെ ഭക്തനെ കൈവെടിയുകയില്ല. എല്ലാത്തിനും നമുക്ക് പ്രധാനമായിട്ടുള്ളത് നിസ്വാർത്ഥമായിട്ടുള്ള ഭക്തിയാണ്. ഈശ്വര ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ നിങ്ങൾ ജയിക്കും. അമ്മ നിങ്ങളെ ജയിപ്പിക്കും. എന്നും ആ ഒരു കാരുണ്യമൂർത്തിയായിട്ടുള്ള ദേവി സ്വരൂപത്തിൻ്റെ സ്നേഹം എല്ലാ ഭക്തരിലും എന്നും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ദേവി എല്ലാവരെയും എന്നും പരിപാലിക്കട്ടെ. ചക്കുളത്തമ്മ എല്ലാവരെയും എന്നും സംരക്ഷിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അമ്മേ മഹാമായി